എനിക്കിന്നിവിടെ തൈര് ചോറായിരുന്നു. അപ്പോൾ തൈര് ചോറിന് പെട്ടെന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ബജ്ജിമുളകും ഇത്തിരി വെണ്ടയ്ക്കയും ഒരു സവാളയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ വെച്ച് ഈസി ആയിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചൊരു മെഴുക്കുവരട്ടിയാണ്. അതായത് സവാള ഇങ്ങനെ നീളത്തി അരിയുക, ബജ്ജിമുളകുണ്ടെങ്കിൽ ബജ്ജിമുളക് അരിഞ്ഞിടുക, പിന്നെ വെണ്ടയ്ക്ക ഇതേപോലെ നീളത്തി രണ്ടായിട്ട് മുറിച്ചിട്ടിടുക. എന്നിട്ട് ഇത്തിരി നല്ല എണ്ണ ഒഴിച്ച്, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നോൺ സ്റ്റിക്ക്, അല്ലെങ്കിൽ സാധാരണ ചട്ടി, ആ ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിച്ച് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചിട്ട് നല്ലപോലെ ഇങ്ങ് വതക്കുക. എല്ലാം വതങ്ങി ഒന്ന് വാടിയ എണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു 3 to 4 minutes നല്ലപോലെ ഇതൊന്ന് വതങ്ങണം. കാരണം ഈ എണ്ണയിൽ വതങ്ങി വേണം ഇത് വേവാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വതങ്ങി നല്ലപോലെ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഒന്ന് ഇതിലേക്ക് പിടിച്ച് വരണം. ചട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ചട്ടിയാണെങ്കിൽ അതിലെപ്പോഴും സിമ്മിൽ വേണം ഇട്ടിട്ട് ചെയ്യാൻ, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ആ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല. ഞാനിപ്പോൾ ഇത്രയും വതക്കിയിട്ട് ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുകയാണ്. ഗ്യാസ് സ്റ്റവ് സിമ്മിലാക്കി ഒരു 5 മിനിറ്റ്. അപ്പോൾ ആ എണ്ണയും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം പിടിച്ചാൽ ഒന്ന് വേവും. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ തൈര് ചോറിന് താളിക്കുവാണ്. അപ്പം തൈര് ചോറിന് നമ്മൾ താളിക്കാനായിട്ട് എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരിത്തിരി എടുത്തിട്ട് ഇതാട്ടോ എൻ്റെ ഓയിൽ വയ്ക്കുന്ന ജാറ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്ന ഇത്തിരി കടുകാണ്. എനിക്ക് കടുക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി കടുക് ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ഇത്തിരി കറുത്ത ഉഴുന്നാണ് നമ്മൾ കടുക് കളിക്കാനൊക്കെ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇത്തിരി കരിവേപ്പില. അതെല്ലാവരും കൂടെ കിടന്നൊന്ന് മൂത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി ആ ഉഴുന്നൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവും. കരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചോണം. രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ. സിമ്മിലായതുകൊണ്ട് ഇത്തിരി സമയം കൊടുക്കണമല്ലോ. കടുകൊക്കെ പൊട്ടി ഞാനിതങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇത് ഓഫ് ചെയ്തിട്ട് ഈ താളിച്ചത് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന തൈര് ചോറിലേക്കാണ് ഇടുവാണ്. അപ്പോൾ അതാ നല്ല രുചിയുള്ള തൈര് ശാലം റെഡിയായി. നമ്മുടെ വെണ്ടയ്ക്കാച്ചേട്ടൻ എന്തായി നോക്കാം. വെണ്ടയ്ക്കാച്ചേട്ടന്മാർ നല്ല വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തൈര് ചോറ്, മെഴുക്ക് പുരട്ടി, ഇത്തിരി വറ്റൽ. ഞാൻ ഒരു കഴിച്ച് നോക്കട്ടെ. അടിപൊളി. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർ, വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെഴുക്ക് പുരട്ടിയാണ്. ബജ്ജിമുളക് വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. വെണ്ടയ്ക്കൊക്കെ പകരം നമുക്ക് കത്തിരിക്ക ഇടാം, വഴുതനങ്ങ ഇടാം. ബജ്ജിമുളക് ഇട്ട ഒരു രുചിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി.